പ്രിയപ്പെട്ട എല്ലാവർക്കും വന്ദനം. ഇന്ന് വിലഞ്ഞാൽ ദേവീ ക്ഷേത്രം, ജലദുർഗയായിട്ടുള്ള വിലഞ്ഞാൽ ദേവീ ക്ഷേത്രം. ഞാൻ ഈ അമ്പലത്തിൽ ചെല്ലുന്ന സമയത്ത് അതിനപ്പുറത്തുള്ള ദേവിയുടെ മുന്നിൽ വേലകളി നടക്കുക. വേലകളി ഒരു ഡാൻസ് അല്ല, അതൊരു യുദ്ധത്തിൻ്റെയും ഓർമ്മയുടെയും ദേവിയുടെ വിജയത്തിൻ്റെയും ആഘോഷമാണ്. ശരിക്കും യുദ്ധസേന അല്ലെങ്കിൽ പോരാളികൾ അവരുടെ ദേവിക്ക് മുന്നിൽ തങ്ങളുടെ പ്രകടനം കാഴ്ചവയ്ക്കുന്ന ഒരു ആയോധിക കലയാണ് ശരിക്കും വേലകളി എന്ന് പറയുന്നത്. നല്ല രസമുണ്ട്. രണ്ട് കൊച്ചു കുട്ടികൾ അതിൻ്റെ നടുക്ക് നിന്ന് ഇതേ ചൂട് വയ്ക്കുന്നുണ്ട്. കുറച്ച് നേരം നമുക്കതൊന്ന് കാണാം. പിന്നെയാണ് ശ്രദ്ധിച്ചത്, ദേവി ആനപ്പുറത്താണ്. ജലദുർഗയായ ദേവി ആനപ്പുറത്താണ്. ആനപ്പുറത്ത് മാത്രമേ ജലദുർഗയായ വിലഞ്ഞാൽ ദേവിയെ ആനയിക്കൂ. ഭൂമിയിലുള്ള വേറെ ഒരു മനുഷ്യനോ ജന്തുക്കൾക്കോ ആ ദേവിയുടെ ശക്തിയെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് ജലദുർഗയായിട്ടുള്ള ഭദ്രകാളി ആയിട്ടുള്ള വിലഞ്ഞാൽ ദേവിയെ ആനപ്പുറത്ത് തന്നെ എഴുന്നള്ളിക്കുന്നത്. ഈ അമ്പലത്തിൻ്റെ വിഗ്രഹം ഇരിക്കുന്ന ഭാഗത്ത് ഒരു വലിയ കിണറുണ്ട്. അതിൻ്റെ ഉള്ളിൽ, വിഗ്രഹത്തിന് തൊട്ട് മുന്നിൽ തിരുമേനിമാർ വളരെ സൂക്ഷിച്ചാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ആ കിണർ നേരെ ചെന്നെത്തുന്നത് തൊട്ടടുത്തുള്ള കുളത്തിലേക്കാണ്. ആ കുളത്തിലാണ് ദേവി ഇരിക്കുന്നത്. അതായത് ജലദുർഗയായിട്ടുള്ള വിഗ്രഹം ആ കുളത്തിൻ്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. 12 വർഷത്തിലൊരിക്കൽ മാത്രമേ ഈ ജലദുർഗയായിട്ടുള്ള ദേവിയുടെ വിഗ്രഹം എടുക്കുള്ളൂ. ഇതാണ് ആ കുളം. ഈ കുളത്തിൻ്റെ ഉള്ളിലാണ് ദേവി ജലദുർഗയായിട്ടിരിക്കുന്നത്. ഈ ദേവിയെ പുറത്തേക്ക് എടുത്താൽ പോലും സദാസമയം ജലം ഒഴിച്ചുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ കരിക്ക് ഒഴിച്ചുകൊണ്ടേയിരിക്കണം. അത്രയ്ക്ക് ശക്തിരൂപിണിയാണ് ഈ ജലദുർഗയായ വിലഞ്ഞാൽ ദേവി. ഒരു തവണ ഇവിടെ ഒന്ന് പോകണം.